ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നോ? വിശേഷങ്ങളൊക്കെ കമൻറ്റ് ഇടണം. എല്ലാവരും ഓണമൊക്കെ ആഘോഷമൊക്കെ എങ്ങനെയായി? അപ്പോൾ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഓണാശംസകൾ എല്ലാ കൂട്ടുകാർക്കും കേട്ടോ. പിന്നെ എന്താണ്, രാവിലെ എല്ലാവരും ഓണവിശേഷങ്ങളൊക്കെ കമൻറ്റ് ഇടണം കേട്ടോ. അപ്പം നമ്മൾ ഇന്നലെ ഒന്നും രണ്ട് ദിവസം വീഡിയോ ഒന്നും ഇട്ടില്ല. പിന്നെ ജോലിക്ക് പോക്കും കാര്യങ്ങളൊക്കെയാണ്, വീഡിയോസ് അങ്ങനെ എടുത്തില്ല. അതുകൊണ്ട് വീഡിയോസൊക്കെ ഇട്ടില്ലായിരുന്നു. പിന്നെ ഇന്ന് നമ്മൾ തിരുവോണ ദിവസം നമ്മുടെ വീട്ടിൽ അത്ത വിടുന്നതും വീട്ടിലെ വിശേഷങ്ങളും, പിന്നെ നമ്മൾ ചേട്ടൻ്റെ വീട്ടിൽ പോയി അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും ഇതെല്ലാം കൂടെ ഉള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ. അപ്പോൾ രാവിലെ അത്ത വിടുന്നതിനകത്തിൽ മക്കൾ 3 പേരോടെ കൂടിയാണ് അത്ത വിട്ടത്. ഏട്ടൻ പൂവൊക്കെ പിച്ചി കൊടുത്തു. അപ്പോൾ നമ്മൾ ഇന്നലെ പത്തനംതിട്ടയിൽ പോയി കുറച്ച് പൂക്കളൊക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ആ പൂവും നമ്മുടെ വീട്ടിലുള്ള പൂക്കളും എല്ലാം കൂടിയാണ് 3 പേരും കൂടി അത്ത വിട്ടത്. ചക്കിമോട് അച്ഛനാണെങ്കിൽ രാവിലെ വന്നായിരുന്നു. മോൻ്റെ ഉടുപ്പ് കൊണ്ട് കൊടുക്കാൻ വന്നതായിരുന്നു, രണ്ടാമത്തെ മോൻ്റെ. അപ്പം ഞാൻ പറഞ്ഞു, മോനെ വന്നതല്ലേ, കുറച്ച് നേരമൊക്കെ ഇവിടെ ഇരുന്നിട്ട് ചോറ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവനിവിടെ ഇരുന്നു. അങ്ങനെ പിന്നെ 3 ആളും കൂടിയാണ് അത്ത വിട്ടത്. അത്ത വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചക്കിമടച്ചനൊക്കെ അങ്ങ് പോയിട്ട് വൈകുന്നേരം അവർ പിന്നെ വന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ തിരുവോണം ചെറിയ രീതിയിലാണ് നമ്മൾ ആഘോഷിച്ചത്. അങ്ങനെ വലിയ സമൃദ്ധമായിട്ടൊന്നുമുള്ള ഓണസദ്യ കാര്യങ്ങളൊന്നും നമ്മൾ വെച്ചില്ല. നമ്മളൊരു ചോറും പരിപ്പും പപ്പടവും അത്രയേ ഉള്ളായിരുന്നു. വേറെ കറികളോ കാര്യങ്ങളൊന്നും ഞങ്ങൾ വെച്ചില്ല. തിരുവോണത്തിന് അച്ഛനൊക്കെ ചോറ് കൊടുക്കണമായിരുന്നു. അങ്ങനെ അതെല്ലാം വെച്ചു. പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ആഹാരം കഴിക്കണമല്ലോ, അങ്ങനെ അതും വെച്ചിട്ട് കഴിച്ചു. അപ്പോൾ ഇങ്ങനെയായിരുന്നു നമ്മുടെ ഇന്നത്തെ തിരുവോണ സദ്യ. അങ്ങനെ നമ്മൾ നമ്മുടെ ചെറിയ രീതിയിലുള്ള ഓണസദ്യയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. പിന്നെ അവിടെ ആങ്ങളമാർക്കുള്ള ഡ്രസ്സ് വാങ്ങിച്ചതൊക്കെ കൊടുത്തു. പിന്നെ ഏട്ടന് കൊടുത്തു. അപ്പോൾ ഓണസദ്യ നമ്മൾ അങ്ങനെ വലുതായിട്ട് ഇന്ന് നമ്മൾ ഒരുങ്ങാത്ത. എല്ലാ തിരുവോണത്തിനും നമ്മൾ അങ്ങനെയാണ്. കാരണം സെപ്റ്റംബർ 6-ാം തീയതിയാണ് മോടെ ബർത്ത്ഡേ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഓണം ഇങ്ങനെ ഒരിതായിട്ട് ഒരുങ്ങിയിട്ട് നമ്മൾ ബാക്കി തിരുവോണത്തിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ മോടെ പിറന്നാളിൻ്റെ അന്ന് രണ്ടും കൂടി ഒന്നിച്ചാണ് നമ്മൾ ഒരുങ്ങുന്നത്. പിന്നെ രാവിലെ നമ്മൾ ഊണൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലോട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകും. എന്താണെന്ന് പറഞ്ഞാൽ തിരുവോണ ദിവസമല്ലേ നമ്മൾ ഓണക്കോടിയൊക്കെ കൊണ്ട് കൊടുക്കേണ്ടത്, അതുകൊണ്ട്. അപ്പം ഞാൻ അവിടെ ഇങ്ങനെ വെളിയിൽ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് മോൾ എനിക്ക് നൈറ്റ് കൊണ്ടുവന്നത്. കാരണം ഒന്നുമല്ല കൂട്ടുകാരെ, എനിക്ക് 2 ആഴ്ച മുമ്പ് ഒരു നൈറ്റുകൾ വാങ്ങിച്ചായിരുന്നു ഓണത്തിന്. അപ്പം ഞാനത് കണ്ടപാടെ എടുത്ത് ഇട്ടു. കാരണം എനിക്ക് നൈറ്റി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കണ്ടോടനെ തന്നെ ഞാൻ ആ നൈറ്റി ഇട്ടു. അതിനെന്നെ മോള് വഴക്കും പറഞ്ഞിട്ടിരിക്കും, അമ്മ അന്നേരം ഓണത്തിന് എന്തോ എടുത്തിടുന്നതെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിൻ്റെ കാരണത്താൽ പിന്നെ വേറെ നൈറ്റി വാങ്ങിച്ച് വെച്ചിട്ട് എന്നെ കാണിക്കാതെ ഇന്ന് എപ്പോഴാണ് കൊണ്ടുവന്നത്. പിന്നെ ഇന്നലെ എനിക്ക് ഏട്ടൻ 2 നൈറ്റി വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ നൈറ്റി വാങ്ങിച്ചുകൊണ്ട് വരുമല്ലോ. അപ്പോൾ ആ ഒരു കാരണത്താലാണ് മോളിന് കൊണ്ടുവന്ന നൈറ്റി അന്നേരം തന്നെ ഞാൻ ഇട്ട്. അത് തന്നെയല്ല, പുതിയ തുണി വാങ്ങിക്കുമ്പോൾ എനിക്ക് അന്നേരം തന്നെ അത് ഇടണം, അന്നല്ലെങ്കിൽ പിറ്റേന്നെങ്കിലും ഇടണം. അതിങ്ങനെ പൊതിഞ്ഞ് കെട്ടി വെച്ചിരിക്കുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. അപ്പോൾ നൈറ്റി എന്നെ അവൾ കാണിച്ചു പോയി. എന്നെ കാണിക്കാതിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഏട്ടനൊക്കെ വാങ്ങിച്ചു വന്നു, അവൾ കാണിച്ചില്ല, അവിടെ മാറ്റി വെച്ചിരുന്നു. ഞാനും ഇവളും കൂടെ പോയി തുണി എടുക്കാൻ പോയത്. അപ്പോൾ എൻ്റെ നൈറ്റി കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വാങ്ങിച്ചങ്ങ് ഇട്ടു. പിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കൂട്ടുകാരെ ഓണം ആകുമ്പം പിന്നെ ഊഞ്ഞാലിടുകയും, പിന്നെ ഇങ്ങനെ ഒരു പന്ത്, അത് തന്നെ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ പന്ത് വേണം, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കെങ്കിലും ഒരു ഓണം ആവത്തുള്ളൂ. പിന്നെ എന്തെങ്കിലും ഒരു മൺപാത്രം മേടിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ കലമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഊഞ്ഞാൽ മാത്രം നമ്മൾ ഈ പ്രാവശ്യം അങ്ങനെ കയർ മാറ്റി കെട്ടിയില്ല. പിന്നെ പന്ത് വാങ്ങിച്ചു തന്നെ ഏട്ടന്. നിങ്ങൾ ഏട്ടൻ്റെ വീട്ടിലോട്ട് പോവാം. പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ കൂട്ടുകാരെ? ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ. അങ്ങനെ നമ്മൾ ഏട്ടൻ്റെ വീട്ടിൽ ചെന്നു. ഇപ്പോൾ വീട്ടിലെ അത്തമാണ് കണ്ടത്. അപ്പം എൻ്റെ ഫോണും ഞാൻ ഓണാക്കിക്കൊണ്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. അപ്പോൾ അമ്മ അതിനത് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഞങ്ങളവിടെ ചെന്ന് വിശേഷങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞു. അമ്മയ്ക്ക് ഡ്രസ്സ് കൊണ്ടും കൊടുത്തു.
പിന്നെന്താണ് കൊച്ചവളിരുന്നുണ്ട് അവിടെ മൂത്ത ചേട്ടൻ്റെ ഉടുപ്പിൻ്റെ ബട്ടൺസ് തയ്ച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഓണസദ്യ കഴിക്കാനൊക്കെ കൊണ്ടിരുന്നു. അപ്പോൾ ഉള്ള സ്ഥലത്ത് എല്ലാവരും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്നാണ് ഓണസദ്യ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനും കൊച്ചവനും കൂടാണ് ഒന്നിച്ചിപ്പുറത്തെ മാറിയിരുന്നത്. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം പിന്നെ ഫോട്ടോ എടുത്തു. ചിരിക്കില്ല സ്മൈൽ പ്ലീസ്. ഒന്നുകൂടെ നിങ്ങൾ ഇരട്ടപ്പിള്ളാരോ? നീ ഇടയ്ക്ക് അപ്പൊ എടുക്കാം 3 പേര്. ഞാൻ വെയിറ്റ് കൊല്ലുപൊടി അങ്ങോട്ട്. ഇതാണ് സയാമീസ് ഇർട്ടാളൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. എങ്ങനെയാണ് യോശീനെ പറയുന്നത് ഇതിന്? ചിരിക്കമ്മേ അങ്ങനെ ചിരിക്കുന്നേ. അച്ചോട്ടെ അങ്ങനെ നമ്മൾ പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോരാനൊക്കെ വിചാരിച്ചു. ഇപ്പം വൈകുന്നേരം ആയപ്പോഴത്തേന് ചക്കിമോളും അവർ അച്ഛനും അമ്മയും വരുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ കാരണങ്ങളെ കൊണ്ട് ഞങ്ങൾ പിന്നെ ഇങ്ങനെ നേരത്തെ പോരുന്നു. അപ്പം ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴത്തേന് ചക്കിമോളൊക്കെ വന്നു. ചക്കി ചിരിക്കടി, എടി ചിരിക്കടി. അങ്ങനെ ഒന്ന് ചിരിക്കുന്നേ. എടി ചിരിച്ചടി, ചിരിച്ചടി. ചാച്ചിപ്പൊണ്ണാന്നോ? ചുമ്മാ അമ്മൂമ്മയുടെ പൊന്ന ഇല്ലയോ? ഇല്ലയോ? അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പം ചക്കിമോള് ഞങ്ങൾക്ക് പിന്നെ ഡ്രസ്സ് കൊണ്ടു തന്നു, ഓണക്കോടി കൊണ്ടു തന്നു. അപ്പോൾ കുഞ്ഞിൻ്റെ ആദ്യത്തെ ഓണമാണ്. അപ്പോൾ അങ്ങനെ കുഞ്ഞൊക്കെ ഓണക്കോടി തന്നു. അപ്പോൾ നമ്മുടെ കൊച്ചുമോനൊന്നും ഇന്ന് വന്നില്ല. ഞങ്ങൾ വീട്ടിലോട്ട് പോയതുകൊണ്ട് അവരിന്ന് വന്നില്ല. അവർ നാളെ വരും. അപ്പോൾ ഇവർ ഇന്ന് ഇങ്ങോട്ടേക്ക് പോരുന്നു. അപ്പോൾ അങ്ങനെ ഏട്ടനും കൊടുത്തു. പിന്നെ കുഞ്ഞിനും ഞങ്ങൾ അങ്ങോട്ട് കുഞ്ഞിന് ഉടുപ്പൊക്കെ കൊടുത്തു. കടിച്ചു പറിക്കുന്നു. കാപ്പം കൊണ്ടുപോയി